ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയുന്നത് ബിലിറൂബിൻ മെറ്റബോളിസത്തിനെ പറ്റിയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിൻ കൂടി അല്ലെങ്കിൽ ജോണ്ടിസ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബിലിറൂബിൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബിലിറൂബിൻ മെറ്റബോളിസത്തിലെ ആദ്യ സ്റ്റെപ്പ് നടക്കുന്നത് RBCയിൽ നിന്നാണ്. RBC എന്ന് പറയുന്നത് നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് കാണുന്നത്. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിന് കളർ കൊടുക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഈ RBCയിൽ നിന്ന് എങ്ങനെ ബിലിറൂബിൻ മെറ്റബോളിസം തുടങ്ങുന്നതെന്ന് നോക്കാം. RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്, ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ഈ 120 ഡേയ്സിന് ശേഷം ഇതിൻ്റെ ലൈഫ് സൈക്കിൾ തീർന്നതിന് ശേഷം ഈ RBCക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. RBC നശിക്കും. ഈ RBC നശിക്കുന്നത് എവിടെ വെച്ചാണ്? റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ വെച്ചാണ്. അതായത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പ്ലീന്, ലിവർ പോലുള്ള ഓർഗൻസ് ആണ്. അപ്പോൾ ഇവയിൽ ചെന്നാണ് ഈ RBCയുടെ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ RBC ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിലുള്ള പിഗ്മെൻറ്റ് റിലീസാകും ഇല്ലേ? അപ്പോൾ അതിലുള്ള പിഗ്മെൻ്റ് ഏതാണ്? ഹീമോഗ്ലോബിനാണ് അതിലുള്ള പിഗ്മെൻറ്റ്. അപ്പോൾ ഹീമോഗ്ലോബിൻ റിലീസാകുമ്പോൾ അത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഹീം എന്ന് പറയുന്ന പോർഷനും ഗ്ലോബിൻ എന്ന് പറയുന്ന പോർഷനും. ഹീം എന്ന് പറഞ്ഞാൽ അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള പാർട്ടാണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഇതിലെ ഹീമിൽ നിന്നാണ് ഈ ബിലിറൂബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഇതാണ്. അതിൻ്റെ മെറ്റബോളിസത്തിനോട്ട് ഗ്ലോബിൻ പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് RBCയിലെ ഡിസ്ട്രക്ഷൻ സംഭവിച്ച് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോഗ്ലോബിനിലെ ഹീം എന്ന് പറയുന്ന അയൺ കണ്ടെയ്നിങ് പാർട്ടിൽ നിന്നാണ്. ഇതിൽ അയൺ കണ്ടെയ്നിങ് പാർട്ടായ ഹീമിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് ബിലിവേർഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ബിലിവേർഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഹീമിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ അതിന് സഹായിക്കുന്നത് ഹീം ഓക്സിജനൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ RBC ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും ഹീമോഗ്ലോബിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹീമും ഗ്ലോബിനും. ഇത് ഗ്ലോബിൻ അമിനോ ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോകുകയും ഹീം അയൺ കണ്ടെയ്നിങ് പാർട്ടായ ഹീം ബിലിറൂബിൻ മെറ്റബോളിസത്തിന് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ ഹീമിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബിലിവേർഡിനാണ്. അപ്പോൾ നിങ്ങളൊരു നിങ്ങളത് നോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഹീമിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് ബിലിവേർഡിനാണ്. ബിലിവേർഡിനിൽ നിന്നാണ് പിന്നീട് ഈ ബിലിറൂബിനൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബിലിവേർഡിൻ എന്ന് പറയുന്നത് ശരിക്കും അതിനെ ബിലിവേർഡിനായിട്ട് മാറ്റുന്ന എൻസൈം ഹീം ഓക്സിജനൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ ഈ ബിലിവേർഡിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറായിരിക്കും. ഓക്കെ, പിന്നീട് ഇനി ഈ ബിലിവേർഡിനിൽ നിന്നാണ് ബിലിറൂബിനായിട്ട് മാറുന്നത്. ബിലിവേർഡിനിൽ നിന്ന് ബിലിറൂബിനായിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിലിവേർഡിൻ എന്ന് പറയുന്ന ഗ്രീൻ കളറാണ്. പക്ഷേ ബിലിറൂബിന് പറയുന്ന അറിയാമല്ലോ നമുക്ക്, ജോണ്ടിസ് വരുമ്പോൾ യെല്ലോ കളർ ആയിട്ട് സ്കിൻ മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ബിലിറൂബിൻ്റെ ഇത് മൂലമാണ്. അപ്പോൾ അതിപ്പം ബിലിറൂബിൻ എന്ന് പറയുന്നത് യെല്ലോ കളേർഡായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ബിലിവേർഡിനിൽ നിന്ന് ബിലിറൂബിനായിട്ട് മാറുന്നത് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ബിലിവേർഡിൻ റിഡക്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ രണ്ട് എൻസൈം നമ്മളിപ്പോൾ പഠിച്ചു. ഫസ്റ്റ് ഹീമിൽ നിന്ന് ബിലിവേർഡിനായിട്ട് മാറുന്ന എൻസൈമായിരുന്നു. അതേതാണ്? ഹീം ഓക്സിജനൈസ് ആണ്. ഹീമിൽ നിന്ന് ബിലിവേർഡിനായിട്ട് മാറുന്ന എൻസൈം ഹീം ഓക്സിജനൈസ് ആണ്. അതേസമയം ബിലിവേർഡിൽ നിന്ന് ബിലിറൂബിനായിട്ട് മാറുന്ന, അത് റെഡ്യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിലിവേർഡിനിൽ നിന്ന് ബിലിറൂബിനായിട്ട് മാറുന്ന എൻസൈം ബിലിവേർഡിൻ റിഡക്ടേഴ്സ് ആണ്. അപ്പോൾ ഹീമിൽ നിന്ന് ബിലിവേർഡിൻ ഉണ്ടാകുന്നു, ബിലിവേർഡിനിൽ നിന്ന് ബിലിറൂബിൻ ഉണ്ടാകുന്നു. ഹീമിൽ നിന്ന് ബിലിവേർഡിനാകുന്ന ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഹീം ഓക്സിജനൈസ് ആണ്. ബിലിവേർഡിനിൽ നിന്ന് ബിലിറൂബിനായിട്ട് റിഡക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ബിലിവേർഡിൻ റിഡക്ടേഴ്സുമാണ്.
ഇനിയും ഈ ബിലിറൂബിൻ ഫോം ചെയ്തല്ലോ, അതപ്പോൾ യെല്ലോ കളേർഡ് കോമ്പൗണ്ടാണ് അല്ലേ ബിലിറൂബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ബിലിറൂബിൻ എന്ന് പറയുന്നത്, അതായത് ബിലിവേർഡിനിൽ നിന്ന് റിഡക്റ്റായി വന്ന ബിലിറൂബിൻ, അതെന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, വാട്ടറിൽ ലയിക്കുന്നതല്ല ഇല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലും കൊടുത്തിരിക്കുന്നത്, ഫോർമേഷൻ ഓഫ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഹിമോഗ്ലോബിൻ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻറ്റു ഹീം ആൻഡ് ദെൻ ഇൻറ്റു അൺകോൺജുഗേറ്റഡ് ഓർ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ വിച്ച് ഈസ് നോട്ട് വാട്ടർ സൊല്യൂബിൾ. അതായത് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ബിലിറൂബിൻ എന്ന് പറയുന്നത് അൺകോൺജുഗേറ്റഡ് ആണ്, അഥവാ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് നമ്മൾ പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറിൽ ലയിക്കാത്ത ബിലിറൂബിനാണ്, വാട്ടർ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ബിലിറൂബിനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 പോയിന്റ് ഇപ്പോൾ പഠിച്ചു. ആദ്യം ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആണ് പ്രധാനമായിട്ടും. ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ എന്തിനാണ്, ബിലിറൂബിനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീമോഗ്ലോബിനിലെ ഹീമിൽ നിന്ന് ബിലിവേർഡിനാകുന്നു. അപ്പം ആ ഹീമിൽ നിന്ന് ബിലിവേർഡിനാകാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമും ഹീം ഓക്സിജനൈസ് ആണ്. അതിനുശേഷം ഈ ബിലിവേർഡിനിൽ നിന്നും ബിലിറൂബിനായിട്ട് മാറുന്നു, അത് റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്, ബിലിവേർഡിൻ റിഡക്ടേഴ്സ് ആണ്, ബിലിവേർഡിൻ റിഡക്ടേഴ്സ്. അപ്പോൾ ഒരു ബിലിറൂബിൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബിലിറൂബിൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ടറിൽ ഇൻസൊല്യൂബിളായിട്ടുള്ള ബിലിറൂബിനാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, അൺകോൺജുഗേറ്റഡ് ആണ്. അൺകോൺജുഗേറ്റഡ് അഥവാ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും 2 പ്രോസസ്സാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ഫോം ചെയ്തു, എന്താണിപ്പം അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നോക്കാം. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഫോം ചെയ്തു ഇല്ലേ. അപ്പോൾ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്, വാട്ടറിൽ ലയിക്കുന്നതല്ല. അപ്പോൾ ഇതിനെ നമുക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറ്റണം ഇല്ലേ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്, അത് നടക്കുന്നത് എവിടെയാണ്, ലിവറിലാണ്. അതായത് ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നു, അതായത് ബ്ലഡിലോട്ട് പോകുന്നു. ബ്ലഡ് സ്ട്രീമിലോട്ട് പോയിട്ട് ലിവറിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ബ്ലഡ് സ്ട്രീമിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആരുണ്ട്, ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന് ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അടുത്ത നടക്കുന്നത് ട്രാൻസ്പോർട്ട് ടു ലിവർ എന്ന് പറയുന്ന ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിലാണല്ലോ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ആ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്തുമായിട്ട് ബൈൻഡ് ചെയ്യും, ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ആൽബുമിൻ എവിടെയാണ് കാണുന്നത്, ബ്ലഡിലാണ് കാണുന്നത് അല്ലേ. എന്നിട്ട് ആൽബുമിനുമായിട്ട് ഇത് കൂടി ചേർന്നിട്ട്, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടി ചേർന്നിട്ട് ഇവരെങ്ങോട്ട് പോകും, ലിവറിലോട്ട് പോകും. അപ്പോൾ ലിവറിൽ ചെന്ന് കഴിയുമ്പം ഇതെന്താകും, ആൽബുമിനുമായിട്ട് അത് കൂടി ചേരുമ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും, കോൺജുഗേറ്റഡ് ആകും അല്ലേ. കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നു. അപ്പോൾ ആ കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആൽബുമിൻ അല്ല, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂക്രോണിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ആൽബുമിൻ എന്താണ്, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ബ്ലഡിലുള്ള ആൽബുമിൻ അതിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അതിനെ ഒന്ന് എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ഈ ആൽബുമിൻ എന്ന് പറയുന്നത്. ആരെ, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്ത് എവിടോട്ടാണ് ചെല്ലുന്നത്, ലിവറിലാണ് ചെല്ലുന്നത് അല്ലേ. അപ്പോൾ ലിവറിൽ എന്താണ് സംഭവിക്കുന്നത്, ലിവറിൽ കോൺജുഗേഷൻ നടക്കുന്നു. ലിവർ ചെന്ന് കഴിയുമ്പോൾ എന്താണ് നടക്കുന്നത്, കോൺജുഗേഷൻ നടക്കുന്നു. അപ്പോൾ ആ ലിവറിലുള്ള കോൺജുഗേഷൻ എന്താണ്, കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവറിൽ ഗ്ലൂക്രോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് ഈ ചെല്ലുന്നത് അൺകോൺജുഗേറ്റഡ് ആയിട്ടാണല്ലോ. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന് ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നു. അപ്പം ആദ്യം ഉണ്ടാകുന്ന ബിലിറൂബിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അൺകോൺജുഗേറ്റഡ് ആണ് അല്ലേ. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്, അത് വാട്ടറിൽ ലയിക്കുന്നതല്ല. അതിനെ പറയുന്ന മറ്റൊരു പേര് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നാണ് ഇല്ലേ. ഈ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എങ്ങോട്ട് പോകുന്നു, ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നു. ആ ബ്ലഡ് സ്ട്രീമിൽ ആരുണ്ട്, ആൽബുമിനുണ്ട്. ആൽബുമിൻ എന്തിനാണ് ഇതുമായിട്ട് കൂടിച്ചേരുന്നത്, കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യുക അല്ലേ ചെയ്യുന്നത്. അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ഈ ആൽബുമിൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ലിവറിലോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ലിവറിൽ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്, ലിവറിൽ ചെന്നിട്ട് ഇത് ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കൂടിച്ചേരുന്ന ബിലിറൂബിൻ എന്ന് പറയുന്നത് അൺകോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കൂടി ചേർന്നതിന് ശേഷമാണ് ഇത് എന്തായിട്ട് മാറുന്നത്, കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നത്. കോൺജുഗേറ്റഡ് ബിലിറൂബിന് പറയുന്ന മറ്റൊരു പേര് ഡയറക്റ്റ് ബിലിറൂബിൻ എന്നാണ്. അപ്പം ഡയറക്റ്റ് ബിലിറൂബിൻ എന്നാണ് പറയുന്നത്. ഇതെന്താണ്, വാട്ടറിൽ ലയിക്കുന്നതാണ്. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണോ കോൺജുഗേറ്റഡ് ബിലിറൂബിനാണോ വാട്ടറിൽ ലയിക്കുന്നത്, കോൺജുഗേറ്റഡ് ആണ് അല്ലേ.
അപ്പോൾ ഇത് തമ്മിൽ പല ഇതുണ്ട്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന് പറയുന്ന മറ്റൊരു പേര് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ, വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. കോൺജുഗേറ്റഡ് ബിലിറൂബിന് പറയുന്ന മറ്റൊരു പേര് ഡയറക്റ്റ് ബിലിറൂബിൻ, അത് വാട്ടർ സൊല്യൂബിൾ ആണ്. ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആരാണ്? ആൽബുമിൻ ആണ്, ഇല്ലേ? ലിവറിൽ വെച്ചാണ് ഈ കോൺജുഗേഷൻ നടക്കുന്നത്. ഇത്രയാണ് ഇതിനകത്ത് പഠിച്ചത്. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെയും കോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെയൊക്കെ ഫോർമേഷനാണ്, അല്ലേ? അപ്പോൾ ഇത് ശരീരത്തിൽ ഇങ്ങനെ കിടന്നാൽ പറ്റുമോ? അപ്പോൾ അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യണം, അല്ലേ? നമ്മുടെ ശരീരത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ക്രീഷൻ നടക്കണം. നോർമലായിട്ട് അതിന് എക്സ്ക്രീഷൻ നടക്കണം. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പലതും ബിലിറൂബിൻ ആയിക്കോട്ടെ അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി കിടന്ന് ജോണ്ടീസ് പോലുള്ള അസുഖങ്ങളും എല്ലാം വരും. അപ്പോൾ അതിനെ നോർമലായിട്ട് നമ്മുടെ ശരീരം എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഏത് വേയിൽ കൂടാന്ന് നമുക്ക് നോക്കാം. എക്സ്ക്രീഷൻ ഓഫ് ബിലിറൂബിൻ. അപ്പം ആദ്യത്തേത് അത് ഒന്ന് പോകുന്നത് ഇൻറ്റസ്റ്റൈനിലോട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത്, അതായത് ബിലിറൂബിനുള്ളത് ലിവറിലാണ്, അല്ലേ? അപ്പം ആ ലിവറിലുള്ള കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇപ്പോൾ ഉള്ളത് ലിവറിലാണ്. അപ്പോൾ ആ ലിവറിൽ നിന്ന് ഇത് പുറത്ത് പോകണം, ഇല്ല? ലിവറിൽ അത് കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ അങ്ങനെ ലിവറിൽ നിന്ന് അത് പുറത്ത് പോകുന്നത് ആദ്യത്തേത് ഇൻറ്റസ്റ്റൈൻ ത്രൂ ആണ്. ഇൻറ്റസ്റ്റൈൻ ത്രൂ ആണ് അത് പുറത്ത് പോകുന്നത്. അപ്പോൾ ഫ്രം ലിവർ ടു ഇൻറ്റസ്റ്റൈൻ അങ്ങനെ വരുന്ന ആ ഒരു എക്സ്ക്രീഷനാണ്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക എന്നുള്ള പറയുന്നതിനാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന എക്സ്ക്രീഷന് പറയുന്നതാണ് ബീലിയറി എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതിനത് പറയുന്നത് ബീലിയറി എക്സ്ക്രീഷൻ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഇത്രയും പറഞ്ഞത് അതൊന്ന് കൊടുത്തേക്കുവാണ്. ഇൻ ദ ലിവർ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് കൺവേർട്ടഡ് ടു കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബൈ കോൺജുഗേഷൻ വിത്ത് ഗ്ലൂക്രോണിക് ആസിഡ്. ദെൻ the conjugated bilirubin is water soluble and secreted into bile. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആണ്, അല്ലേ? അപ്പോൾ വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അത് എല്ലാ ഫ്ലൂയിഡിലോട്ടും പോകും. അപ്പം ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിന് എങ്ങോട്ട് പോകും? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കോൺജുഗേറ്റഡ് ബിലിറൂബിന് ബൈലിലോട്ട് പോകും. ബൈലെന്ന് പറയുന്ന ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ്, ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ തന്നെയാണ്. പക്ഷേ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്ന ഓർഗനിലാണ്. അപ്പോൾ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്ന ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ മെറ്റബോളിസമാണ്, ഫാറ്റിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. ഈ ഫാറ്റിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ബൈലിനകത്തുള്ള കണ്ടൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൽ സാൾട്ട്, ബിലിറൂബിൻ, ഇലക്ട്രോലൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കണ്ടൻറ്റുകളാണ് ഈ ബൈലിനകത്തുള്ളത്. അപ്പം ഈ ബൈലെന്ന് പറയുന്ന ഫ്ലൂയിഡിനകത്തോട്ട് ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിന് പോകും, എക്സ്ക്രീറ്റായി പോകും. അപ്പോൾ ആ ബൈലെന്ന് പറഞ്ഞ ഫ്ലൂയിഡ് പിന്നെ എങ്ങോട്ട് പോകും? ഇൻറ്റസ്റ്റൈനിലോട്ട് പോകും. അപ്പം അത് ഇൻറ്റസ്റ്റൈനിലോട്ട് ചെന്ന് കഴിയുമ്പം അത് ഇൻറ്റസ്റ്റൈനിലോട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ ഏത് ഇൻറ്റസ്റ്റൈനാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ചെല്ലുന്നത്. അപ്പം ആദ്യം ലിവറിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നിട്ട് ബൈലിലോട്ട് പോകുന്നു. ബൈലാണ് ഇൻറ്റസ്റ്റൈനിലോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അതിനുശേഷം ഇൻറ്റസ്റ്റൈനിൽ ഇപ്പോൾ എന്തുണ്ട്? ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിനുണ്ട്. അതിനെ എത്തിച്ചതാരാണ്? ബൈലാണ് ഹെൽപ്പ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയ കൺവേർട്ട് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇൻറ്റു യൂറോബിലിനോജൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്ന്, അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ട് അവിടെ എന്തോ ഉണ്ട്? ചില ബാക്ടീരിയ ഒക്കെ ഉണ്ട്, അല്ലേ? ഈ ബാക്ടീരിയ എന്തോ ചെയ്യും? ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിനെ എന്തായിട്ട് മാറ്റുന്നു? യൂറോബിലിനോജനായിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ യൂറോബിലിനോജൻ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? സം യൂറോബിലിനോജൻ ഈസ് ഓക്സിഡൈസ്ഡ് ടു സ്റ്റെർക്കോബിലിൻ വിച്ച് ഗീവ്സ് ഫീസസ് ഇറ്റ്സ് ബ്രൗൺ കളർ, അല്ലേ? യൂറോബിലിനോജൻ ആയിട്ട് മാറിയതിന് ശേഷം ഇതെന്തായിട്ട് മാറുന്നു? ഓക്സിഡൈസ് ആയിട്ട് സ്റ്റെർക്കോബിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആവുന്നു. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ പാർട്ടിലാണല്ലോ ഫീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീസസിലൂടെ, സ്റ്റൂളിലൂടെ ഇത് യൂറോബിലിനോജൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് പുറത്തു പോകുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം കോൺജുഗേറ്റഡ് ബിലിറൂബിൻ യൂറോബിലിനോജനായിട്ട് മാറുന്നു. അപ്പം അതിനുശേഷം യൂറോബിലിനോജൻ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് സ്റ്റെർക്കോബിലിനായിട്ട് മാറുന്നു. അപ്പോൾ ഈ സ്റ്റെർക്കോബിലിനാണ് എന്ത് കൊടുക്കുന്നത്? ഫീസസിന്, അതായത് സ്റ്റൂളിന് ബ്രൗൺ കളർ കൊടുക്കുന്നത്. അപ്പം ഫീസസിലുള്ള ആ ഒരു ഫോം എന്ന് പറയുന്നത്
എന്ത് ഫോമാണ് ബിലിറൂബിൻ്റെ? സ്റ്റെർക്കോബിലിൻ എന്ന് പറയുന്ന ഫോമാണ്. അതിന് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് സ്റ്റെർക്കോബിലിൻ. അപ്പോൾ ഇപ്പോൾ ഫോം ചെയ്ത ആ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, ലിവറിൽ നിന്ന് ഫോം ചെയ്ത കോൺജുഗേറ്റഡ് ബിലിറൂബിന് ബൈലിലോട്ട് പോയിട്ട് ബൈൽ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കുന്നു. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം യൂറോബിലിനോജനായിട്ട് മാറുന്നു. യൂറോബിലിനോജൻ പിന്നീട് മോഷൻ ഫീസസ് വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതെന്ത് സംഭവിച്ചിട്ടാണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സ്റ്റെർക്കോബിലിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റായിട്ട് മാറുന്നു. ഇതാണ് സ്റ്റൂളിന് ബ്രൗൺ കളർ കൊടുക്കുന്നത്. ഇതിൽ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അങ്ങനെ എക്സ്ക്രീറ്റായി പോയതുണ്ട്. അല്ലാതെ കുറച്ച് യൂറോബിലിനോജൻ ഉണ്ട്. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നു? അത് കിഡ്നിയിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ പോകുന്നു. കിഡ്നിയിലൂടെ പുറന്തള്ളപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അബ്സോർപ്ഷൻ ആൻഡ് റീനൽ എക്സ്ക്രീഷൻ. ഈ പോർഷൻ ഓഫ് യൂറോബിലിനോജൻ ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് എൻഡ്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. അതായത് ആ ഫോം ചെയ്യുന്ന യൂറോബിലിനോജൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? കുറച്ച് ബ്ലഡിലോട്ട് തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. തിരിച്ച് അത് എടുത്തുകൊണ്ട് പോകുന്നു. അത് എന്നെ നമ്മൾ എവിടെയാണ് പോകുന്നത്? ഹെപ്പാറ്റിക് സർക്കുലേഷനിലോട്ട്, അതായത് ലിവറിലോട്ടാണ് തിരിച്ചു പോകുന്നത്. അതിനെ നമ്മൾ എൻഡ്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. സം റീഅബ്സോർബ്ഡ് യൂറോബിലിനോജൻ ഈസ് എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നി. ബാക്കിയുള്ളവ എന്ത് സംഭവിക്കുന്നു? കിഡ്നിയിലൂടെ യൂറോബിലിനോജൻ പുറത്തു പോകുന്നു. അപ്പോൾ കിഡ്നിയിലൂടെ യൂറോബിലിനോജൻ പുറത്തു പോകുന്നത് എങ്ങനെയാണ്? കിഡ്നിയിലൂടെ പുറത്തു പോകുന്നു. അത് എന്താണ്? യൂറിനിലൂടെ പോവുക അല്ലേ? യൂറിൻ്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. പെയിൽ യെല്ലോ കളറാണ്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് യൂറോബിലിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ്. അപ്പോൾ യൂറിന് യെല്ലോ കളർ കൊടുക്കുന്നത്, പെയിൽ യെല്ലോ കളർ കൊടുക്കുന്നത് യൂറോബിലിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ്. അപ്പോൾ ഇതെല്ലാം യൂറോബിലിനോജനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ലിവറിലുള്ളത് കോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് അല്ലേ? മെയിനായിട്ട് ഫോം ചെയ്യുന്നത് അൺകോൺജുഗേറ്റഡിൽ നിന്നൊക്കെ കോൺജുഗേറ്റഡ് ആയിട്ട് മാറും അല്ലേ? മെയിനായിട്ട് ലിവറിലുള്ളത് കോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. പിന്നെ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നത് ചെല്ലുമ്പോൾ യൂറോബിലിനോജനായിട്ട് സ്റ്റെർക്കോബിലിനായിട്ട് മാറും. ഇത് ഫീസസിന് കളർ കൊടുക്കും. പിന്നെ കിഡ്നിയിലുള്ള യൂറോബിലിനോജൻ എന്ന് പറയുന്നത് യൂറോബിലിനായിട്ട് മാറും. ഇത് യൂറിന് കളർ കൊടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് ബിലിറൂബിൻ്റെ മെറ്റബോളിസമാണ് അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നുകൂടെ റീകളക്ട് ചെയ്യാം. ആദ്യം RBCക്ക് 120 ഡേയ്സിന് ശേഷം അതിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഹീമോഗ്ലോബിൻ, RBCക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ വെച്ചാണ്. അതെവിടെയാണ്? സ്പ്ലീനിലും ലിവറിലും വെച്ചാണ്. അപ്പോൾ RBCയിലുള്ള പിഗ്മെൻ്റ് ഏതാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ആ ഹീമോഗ്ലോബിനിൽ നിന്ന് ഹീമും ഗ്ലോബിനായിട്ട് രണ്ടായിട്ട് മാറുന്നു. അതിൽ ഗ്ലോബിൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ് സിന്തസിസിന് വേണ്ടിയിട്ട് പോകുകയും ഹീം ബിലിറൂബിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഹീമിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് ബിലിവേർഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അതായത് ഹീമിൽ നിന്ന് ബിലിവേർഡിനാകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹീം ഓക്സിജനൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതിനുശേഷം ബിലിറൂബിനായിട്ട് മാറുന്നു. അപ്പോൾ ബിലിവേർഡിൻ എന്ന് പറയുന്നത് പിന്നെ ബിലിറൂബിനാകുന്നത് ബിലിവേർഡിൻ റിഡക്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ബിലിവേർഡിനിൽ നിന്നും ബിലിറൂബിനാകുന്നത് ബിലിവേർഡിൻ റിഡക്റ്റേഴ്സ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പ് മൂലമാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ബിലിറൂബിന് യെല്ലോ കളറാണ്, ബിലിവേർഡിന് ഗ്രീൻ കളറുമാണ്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ബിലിറൂബിൻ എന്ന് പറയുന്നത് അത് വാട്ടറിൽ ലയിക്കാത്തതാണ്, ഇൻസൊല്യൂബിളാണ്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡ് സ്ട്രീമിലോട്ടാണ് പോകുന്നത്. ബ്ലഡ് സ്ട്രീമിൽ ആരുണ്ട്? ആൽബുമിൻ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആൽബുമിനുമായിട്ട് കൂടി ചേർന്ന് ലിവറിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ലിവറിൽ ചെന്ന് കഴിയുമ്പം ഇതെന്ത് സംഭവിക്കുന്നു? ആൽബുമിൻ അതിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ലിവറിൽ ചെല്ലുമ്പോൾ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് കൂടി ചേർന്നിട്ട് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നു. അപ്പോൾ ഗ്ലൂക്രോണിക് ആസിഡാണ് കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അൺകോൺജുഗേറ്റഡ് പ്ലസ് ഗ്ലൂക്രോണിക് ആസിഡ് ചേരുമ്പോഴാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അഥവാ ഡയറക്റ്റ് ബിലിറൂബിനാണ് ഇല്ലേ? അപ്പോൾ അങ്ങനെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അഥവാ ഡയറക്റ്റ് ബിലിറൂബിൻ വേറൊരു പേരുണ്ട്, ബിലിറൂബിൻ ഗ്ലൂക്രോണൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് ചേരുന്നതുകൊണ്ടാണ് അതിനെ ബിലിറൂബിൻ ഗ്ലൂക്രോണൈഡ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അഥവാ ഡയറക്റ്റ് ബിലിറൂബിൻ ആണ്. ഇതെന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കുന്നു? ബൈലിലോട്ട് പോകുന്നു. ബൈലെന്ന് പറയുന്നത് ഗോൾ ബ്ലാഡറിലുള്ള ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവറിലാണ്, സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അപ്പോൾ ഈ ബൈൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാറ്റിൻ്റെയൊക്കെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോൾ ബ്ലാഡറിലോട്ട് എന്ത് സംഭവിക്കുന്നു? കോൺജുഗേറ്റഡ് ബിലിറൂബിന് പോകുന്നു. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ ബൈലുണ്ട്.
ഉണ്ട് അല്ലേ. ആ ബൈല് പിന്നെ എന്തായിട്ട് പോകുന്നു, ബൈല് ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നു. അപ്പോൾ ബൈലിനകത്ത് ഈ പറയുന്ന ബിലിറൂബിൻ, കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ട്. ലിവറിൽ നിന്ന് ഉണ്ടാകുന്ന ആ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ എങ്ങോട്ടാണ് പോകുന്നത്, ബൈലിലോട്ടാണ് പോകുന്നത്. അത് ഇവിടെ ഗോൾ ബ്ലാഡറിലാണ്. പിന്നീട് ഈ ബൈല് അഥവാ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ആ ബൈലിലൂടെ എവിടോട്ട് പോകുന്നു, ഇൻഡസ്റ്റൈനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇൻഡസ്റ്റൈനിൽ നിന്ന് ബാക്ടീരിയയുടെ ആക്ഷൻ മൂലം പിന്നീട് അത് യൂറോബിലിനോജനായിട്ട് മാറുന്നു. പിന്നീട് അതിന് ഓക്സിഡേഷനൊക്കെ സംഭവിച്ചിട്ട് ഫീസസിൽ കൂടെ, ഇൻഡസ്ട്രിയിൽ നിന്ന് സ്റ്റൂളിൽ കൂടെ അത് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റൂളിൽ കൂടെ പുറത്തു പോകുന്ന ആ ഒരു എന്ന് പറയുന്നത് സ്റ്റെർക്കോബിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ടാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റൂളിന് കളർ കൊടുക്കുന്നത്, ബ്രൗൺ കളർ കൊടുക്കുന്നത്. പിന്നീട് കുറച്ചുള്ളത് കിഡ്നിയിലോട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും യൂറോബിലിനോജനായിട്ടാണ് പോകുന്നത്. പിന്നെ യൂറിനിൽ കൂടെ അത് പുറത്തു പോകുമ്പോൾ അത് യൂറോബിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അതാണ് യൂറിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്താണ് ഇതിൻ്റെ ഒരു ഇത് നടക്കുന്നത്. ഇതിൽ കുറച്ച് ഭാഗം കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ലിവറിലോട്ട് തിരിച്ച് റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു പിക്ചറിലൂടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്ത് വേയിൽ എവിടെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ, അതായത് ഇപ്പം ഗോൾ ബ്ലാഡറിലെ ഒരു സ്റ്റോണോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ ഒരു ബിലിറൂബിൻ്റെ ആ ഒരു ഫ്ലോ അവിടെ തടസ്സപ്പെടും. അങ്ങനെയാണ് കൂടുതലും അവിടെ ഡെപ്പോസിറ്റായി കിടന്ന് ജോണ്ടിസായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നതാണ് സംഭവിക്കുന്നത്. അതുപോലെ പല ലിവറിനുണ്ടാകുന്ന പല ഡിസീസിലും ഇങ്ങനെയുള്ള ഓരോന്നിനും വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ ബിലിറൂബിൻ മെറ്റബോളിസമാണ് ഇപ്പോൾ പഠിച്ചത്. ബാക്കി ബിലിറൂബിൻ ആയിട്ട് സംബന്ധിക്കുന്ന ഡിസീസും അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, കമൻറ്റ് എന്നിവ തരിക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്